അപ്പം ഞാനും ക്യാമറമാനും തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ടായി. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണ് സ്ഥലമെന്ന്. ഞാനൊരു ഷൂട്ടിനായിട്ട് വന്നതാണ്. ആക്ച്വലി ഇപ്പോൾ സമയം 11:42 ആയിട്ടുണ്ട്. ഞാനൊരു ഷൂട്ടിന് വന്നതാണ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് കേട്ടോ. ഞാൻ വന്നതൊരു ഈവനിങ് ടൈമിലായിരുന്നു. അപ്പം ഞാനും ക്യാമറമാനും തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ടായി. എന്തോ ആയിക്കോട്ടെ. എന്നിട്ട് അവരവരെ പാട് നോക്കിപ്പോയി. ഇപ്പോഴത്തേക്കും ഞാനിവിടെ ഈ 11:42 ഇവിടെ ഗുരുവായൂർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തിരക്കാണ്. ഞാൻ ഒന്നാമത് എൻ്റെ കോലം സാരിയാണ്. അപ്പം ഈ സാരി എടുത്തിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് പോകാൻ പറ്റത്തില്ല. പോവാം, പക്ഷേ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നിറയെ ബംഗാളീസും മറ്റുള്ള നോട്ടം കണ്ടത് നമുക്ക് ചത്തു വീഴും. അപ്പം ഞാനങ്ങനെ പോയില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെയും വന്ന് നിൽക്കുക. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് കോൾഡ് കോഫി കുടിക്കാൻ പറ്റി സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും പിക്ക് ചെയ്യാനായിട്ട്. ഞാൻ അവരടുത്ത് പറയാൻ ലേറ്റായിപ്പോയി. ഇല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ പോയിട്ടുണ്ടായിരുന്നാണ്. അയാൾ വിളിച്ചിട്ടാണ് ആൾക്ക് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. ഞാൻ പേയ്മെൻറ്റ് പോലും വാങ്ങിക്കേണ്ടതാണ് ഈ ഷൂട്ടിന് വന്നത്. എനിക്ക് മുന്നേ അറിയുന്ന ഒരു ആളുടെ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ വന്നത്. ബട്ട് ഇത്രയും ചീപ്പായിട്ട് ഇത്രയും മോശം ബിഹേവിയർ ആയിരിക്കും ആളുടെ അടുത്ത് ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എത്ര ഫ്രണ്ട് ആയിക്കോട്ടെ എത്ര കമ്പനി ആയിക്കോട്ടെ നമുക്ക് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മോഡലിൻ്റെ അടുത്ത് നല്ലപോലെ ബിഹേവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇനിയും ഷൂട്ടിന് പോകേണ്ടതാണ്, ഇനിയും ഷൂട്ടിന് കാണേണ്ടതാണ് ആൾക്കാർ. അപ്പം നമുക്ക് ഈ ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അതന്നെ ഒരു ചിന്തയായിട്ട് വരും. അപ്പോഴത്തേക്കും മാക്സിമം നല്ല ബിഹേവ് ചെയ്ത് നിൽക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറാമാനൊക്കെ നമ്മൾ മോഡൽസിനൊക്കെ വിളിക്കുമല്ലോ, അപ്പോഴത്തേക്കും മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂൾ കാമാക്കി നിർത്താൻ നോക്കുക. ഇനി ഷൂട്ടിന് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സാരി ഉടുത്തിങ്ങനെ നടക്കുകയാണ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു ഫീലിംഗാണ് എനിക്കിപ്പോൾ ഉള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അവരൊരു അരമണിക്കൂറിനുള്ളിലാട്ടോ എന്നെ പിക്കാനായിട്ട് വന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നായിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലൊരു പുള്ളിക്കാരൻ വന്നിട്ട് റോങ് ആയിട്ട് സംസാരിക്കാൻ വന്നു. അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വേഗം ഓട്ടോ വിളിച്ച് ഗുരുവായൂർ വരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഗുരുവായൂർക്ക് തന്നെ തിരിച്ചു വന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ഒരു നൈറ്റ് റൈഡ് പോലെയൊക്കെ ആയി. അതുകൊണ്ട് ഇങ്ങനെ ചില്ലടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പം അത്രയുള്ള കേസ്. ബൈ ബൈ.